ഗൗതം ചെവിയിൽ നിന്നും ഊരിയ ഹെഡ്സെറ്റും കയ്യിൽ പിടിച്ചുകൊണ്ട് അല്പനേരം ചുറ്റിലുമൊന്ന് വീക്ഷിച്ചു. പക്ഷേ അവൻ വിചാരിച്ച ബഹളമൊന്നും അവൻ്റെ ചുറ്റിലുമൊന്നുമില്ല എന്ന് മനസ്സിലായെന്നോണം ഗൗതം തിരികെ ഹെഡ്സെറ്റ് ചെവിയിലേക്ക് വെക്കാൻ നേരം ബാത്റൂമിൽ നിന്നും ഒരു ഞെരക്കം അവൻ്റെ കാതുകളിൽ പതിഞ്ഞു. ഒരു ഞെട്ടലോടെ കയ്യിലെ ഫോൺ നിലത്തേക്കിട്ടുകൊണ്ട് നിശ്ചലമായി ഗൗതം നിന്നു. അവൻ്റെ തൊണ്ടക്കുഴിയിൽ ഉമിനീർ ഒരു കരിങ്കല്ല് പോലെ തടഞ്ഞു നിന്നു. അവൻ്റെ ചിന്തകളിൽ അവളുടെ ദയനീയമായ ആ ഞെരുക്കം മാത്രമായി. പെട്ടെന്ന് ഗൗതം അവളുടെ അടുത്തേക്കോടി. അപ്പോഴേക്കും അനന്യ തളർന്ന് ബോധം നഷ്ടമായി ബാത്റൂമിൽ കിടക്കുകയായിരുന്നു. അനന്യ! ഗൗതം അവളുടെ കവിളിൽ തട്ടി വിളിച്ചു. അപ്പോഴാണ് അവളുടെ വസ്ത്രം നനഞ്ഞതും ഇളം ചോര നിറം പടർന്നു കിടക്കുന്നതും ഗൗതം കണ്ടത്. എൻ്റെ ഈശ്വര! അനന്യ, എഴുന്നേൽക്കാൻ! ഗൗതം നിസ്സഹായ അവസ്ഥയിൽ അവളെ തട്ടി വിളിച്ചു. ഇതേ സമയം നന്ദിനിയും നകുലനും ലക്ഷ്മിയും അമ്പലത്തിൽ നിന്നും വീട്ടിലെത്തിയിരുന്നു. നിന്നും ഉയർന്നു കേട്ട ഗൗതമിൻ്റെ ശബ്ദം കേട്ട് ലക്ഷ്മിയുടെ ഉള്ളൊന്ന് പിടഞ്ഞു. പെട്ടെന്ന് എല്ലാവരും അകത്തേക്ക് ഓടിക്കയറി. അവിടെ അനന്യയെ കയ്യിൽ വാരിയെടുക്കാൻ ശ്രമിക്കുന്ന ഗൗതമിനെ കണ്ട് അവർ മൂവരും വെപ്രാളത്തിൽ തന്നെ നിന്നു. മോനെ, എന്താ? ലക്ഷ്മി കരഞ്ഞുകൊണ്ട് ഗൗതമിൻ്റെ അടുത്തേക്ക് ചെന്നു. അറിയില്ലമ്മേ, ഞാൻ വന്നു നോക്കുമ്പോൾ അനന്യ ഇവിടെ കിടക്കുന്നതാണ് കണ്ടത്. എൻ്റെ നകുലേട്ടാ, നമ്മുടെ മോള്! ലക്ഷ്മി നകുലൻ്റെ നേരെ തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു. നകുലൻ ഒന്നും മിണ്ടാതെ അവിടെ നിന്നും പോയി. മകളുടെ അവസ്ഥയിൽ ആ വയസ്സിന് എന്ത് ചെയ്യാനാവുമെന്ന ചിന്തയായിരുന്നു നകുലൻ്റെ ഉള്ളിൽ. ഇടുങ്ങിയ ഒരു ബാത്റൂം ആയതുകൊണ്ട് തന്നെ അനന്യയെ പുറത്തേക്കെത്തിക്കാൻ ഗൗതമിന് മിനിറ്റുകൾ തന്നെ വേണ്ടി വന്നു. കാറിൽ കയറ്റിയതും ഗൗതം അലറിക്കൊണ്ട് സ്റ്റിയറിങ്ങിൽ മുഷ്ടി ചുരുട്ടി ഇടിച്ചു. എന്താ എന്താ മോനെ? നന്ദിനി ഒന്നും മനസ്സിലാവാതെ തളർന്നിരിക്കുന്ന ലക്ഷ്മിയെ തലോടുന്നതിനിടെ ചോദിച്ചു. ഈ നാട്ടിൽ ഞാൻ ഏറ്റവും ഭയപ്പെടുന്നത് ഈ നാട്ടിലെ റോഡ് തന്നെയാണ്. പതിയെ പോകാൻ ഇപ്പോൾ നമ്മുടെ കാര്യത്തിൽ ശരിയാവില്ല. എത്രയും പെട്ടെന്ന് അനന്യയുമായി ഹോസ്പിറ്റലിൽ എത്തിയേ പറ്റൂ. സ്പീഡിൽ പോയാൽ എൻ്റെ കുഞ്ഞോ അല്ലെങ്കിൽ അനന്യയോ മാത്രമേ തിരികെ വരുമ്പോൾ നമ്മുടെ കൂടെ ഉണ്ടാകൂ. 2 ദിവസങ്ങൾക്ക് ശേഷം അനന്യയുടെ അവസ്ഥ വല്ലാതെയായിരുന്നു. അവൾക്ക് സിസേറിയൻ ചെയ്യേണ്ടി വന്നു. കുഞ്ഞിന് കൂടുതൽ പരിചരണം ആവശ്യമുള്ളത് കൊണ്ട് NICUവിലാക്കിയിരിക്കുകയാണ്. ഇതേ സമയം വിവരമറിഞ്ഞ ഗൗതമിൻ്റെ അമ്മയും അച്ഛനും ചില പ്ലാനുകളായി ഹോസ്പിറ്റലിൽ എത്തിയിരുന്നു. ദേ നോക്ക് മനുഷ്യ, ആരുമില്ലെന്ന് ഉറപ്പുവരുത്തി വേണം എല്ലാം ചെയ്യാൻ. അറിയാലോ, എല്ലായിടത്തും ക്യാമറയാണ്. പിടിക്കപ്പെടാൻ ഒരു ചാൻസ് പോലും ഉണ്ടാകരുത്. ഇല്ല, നീ എന്നെ കുടുക്കാഞ്ഞാൽ മതി. നമ്മുടെ മോനെ നമ്മൾ വിചാരിച്ച പോലെ ലിനിമോളെ കൊണ്ട് തന്നെ വിവാഹം കഴിപ്പിക്കണം. ഒരിക്കലും കുഞ്ഞിൻ്റെ പേരും പറഞ്ഞ് ആ അനന്യ എന്ന അസത്ത് നമ്മുടെ മകൻ്റെ ജീവിതത്തിലേക്ക് വന്നു പോകരുത്. ഇല്ല, ലിനിയും ഗൗതമുമായുള്ള വിവാഹം നടന്നാൽ ഒരു കമ്പനി മുഴുവൻ നമുക്ക് എഴുതി തരാമെന്ന് അവളുടെ അച്ഛൻ വാക്ക് തന്നിട്ടുണ്ട്. ഇരുവരും സംസാരിച്ചു കൊണ്ട് അനന്യ കിടക്കുന്ന റൂമിൻ്റെ അങ്ങോട്ടേക്ക് നടന്നു. ഗൗതമിൻ്റെ അച്ഛൻ ഒരു ഡോക്ടറുടെ വേഷത്തിൽ മാസ്ക് വെച്ചാണ് നടക്കുന്നത്. അമ്മ നോർമലായിട്ടാണ്. അനന്യയുടെ റൂമിൻ്റെ അങ്ങോട്ടെത്തിയതും ഗൗതം അമ്മയെ കണ്ടു. അവൻ്റെ മുഖം അവരെ കണ്ട് വലിയ തെളിച്ചമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം മുമ്പ് വരെ അവനോട് കുഞ്ഞിനെയും അനന്യയും ഉപേക്ഷിച്ചു വരാൻ പറഞ്ഞതാണല്ലോ. ഗൗതം അവരെ കണ്ടതും മുഖം തിരിച്ചു. മോനെ ഗൗതം, നീ എന്താടാ അമ്മയെ കണ്ടിട്ടും കാണാത്ത പോലെ മുഖം തിരിച്ചു കളഞ്ഞത്? നിങ്ങളിപ്പോൾ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത്? ആ, ഇത് നല്ല കാര്യം. ഞാൻ എൻ്റെ മരുമകളെയും പേരക്കുട്ടിയെയും കാണാൻ കാത്തിരിക്കുകയായിരുന്നു. അങ്ങനെയുള്ള അമ്മയോട് എങ്ങനെയാ മോനെ നിനക്ക് ഇങ്ങനെയൊക്കെ ചോദിക്കാൻ തോന്നുന്നത്? ഇവരുടെ സംസാരത്തിനിടയ്ക്ക് ഗൗതമിൻ്റെ അച്ഛൻ NICU ലക്ഷ്യമാക്കി നടന്നു. ഡോക്ടർ വേഷമായതുകൊണ്ട് ആർക്കും തന്നെ അദ്ദേഹത്തെ മനസ്സിലായില്ല. ഇതേ സമയം ഒരു ഹോട്ടൽ മുറിയിൽ ഗൗരിയെ താഴെ റിസപ്ഷനിൽ ഇരുത്തിയിട്ട് ഏകദേശം 1 മണിക്കൂറായിരുന്നു. ദേവനാവട്ടെ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു പോയതാണ്. അവൾ ചുറ്റിലും കണ്ണോടിച്ച് നടക്കുമ്പോഴാണ് അവളെ കൂട്ടിക്കൊണ്ടു പോകാനായി ഒരു ചെറിയ പെൺകുട്ടി അവളുടെ അടുത്തേക്ക് വന്നത്. മേഡം മേഡം, ദേവൻ സാറിനെ കാത്തു നിൽക്കുവാണോ? ചുവന്ന റോസാപ്പൂ ആ പെൺകുട്ടി അവൾക്ക് നേരെ നീട്ടിക്കൊണ്ട് ചോദിച്ചു. ആ അതെ, കണ്ണുകൾ വിടർത്തി ചെറുചിരിയോടെ ഗൗരി പറഞ്ഞു. എന്നാ വരൂ, ദേവൻ സാറ് മുകളിൽ മേഡത്തിന് വേണ്ടി കാത്തിരിപ്പുണ്ട്. അവൾ ചെറുചിരിയോടെ ആ പെൺകുട്ടിയുടെ കൂടെ മുകളിലേക്ക് നടന്നു. ഗൗരിയുടെ മുഖത്ത് ചെറുനാണം വിരിഞ്ഞിരുന്നു. ദേവൻ ഇന്നാണ് അവരുടെ ആദ്യ രാത്രി എന്ന് അവളോട് മുന്നേ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ അവളുടെ മുഖം വല്ലാത്ത നാണത്തിൽ തന്നെയായിരുന്നു. മേഡം, മേഡം ഒരുപാട് ലക്കിയാണ്, ആ പെൺകുട്ടി മധുരമായി പറഞ്ഞു. അതെന്താ, ദേവൻ സാറിനെ പോലെ ഒരാളെ ഭർത്താവായി കിട്ടിയില്ലേ? അവളൊന്ന് പുഞ്ചിരിച്ചു. മേഡം ദാ ഈ മധുരം കഴിക്കേ. ഒരു ചെറിയ പാത്രത്തിൽ അല്പം മധുരപലഹാരങ്ങൾ ആ പെൺകുട്ടി അവൾക്ക് നേരെ നീട്ടി. ഗൗരി ഒന്നെടുത്ത് കഴിച്ചു. മേഡം, എന്നാൽ നമുക്ക് റൂമിലേക്ക് പോയാലോ? ആ, ഗൗരി സമ്മതം കൊടുത്തുകൊണ്ട് ലിഫ്റ്റിൽ കയറി. ഇതേ സമയം ഹോട്ടലിന് പുറത്തു നിന്നും ഗൗരിക്കായി
ഗൗരിക്കായി സർപ്രൈസ് ഗിഫ്റ്റുകൾ വാങ്ങി ബോഡി ഗാർഡ്സിനെ ഏൽപ്പിച്ചുകൊണ്ട് ദേവൻ റിസപ്ഷൻ ഏരിയയിലേക്ക് നടന്നു. എന്നാൽ ദേവൻ ഗൗരിയെ അവിടെയെങ്ങും കണ്ടില്ല. ഇവളിതെവിടെ പോയി? ദേവൻ ചുണ്ടിൽ കൈവച്ചുകൊണ്ട് ചുറ്റിലും കണ്ണോടിച്ചു. എന്നാൽ അവിടെയൊന്നും ഗൗരിയെ കണ്ടില്ല. ലിഫ്റ്റ് ഇറങ്ങിയ ഗൗരി പെട്ടെന്ന് ആ പെൺകുട്ടിയെ പിടിച്ചു. എന്താ മേഡം? ഡാ, എനിക്ക് നല്ല തലകറക്കം പോലെ. എന്തോ ബാലൻസ് കിട്ടുന്നില്ല എനിക്ക്. ഞാൻ ഇപ്പോൾ വീഴും. നാവ് കുഴഞ്ഞുകൊണ്ട് ഗൗരി പറഞ്ഞു. ഇത് കേട്ടതും ആ പെൺകുട്ടിയുടെ മുഖത്ത് ഒരു പൈശാചിക ചിരി വിരിഞ്ഞു. ശരീരം മുഴുവൻ അവൾക്ക് കുഴയുന്നത് പോലെ അനുഭവപ്പെട്ടു. ഗൗരി ആ പെൺകുട്ടിയുടെ ശരീരത്തിലേക്ക് ഊർന്നു വീണു. മേഡം, നമ്മളിപ്പോൾ എത്തും. ആ പെൺകുട്ടി അവളെ താങ്ങി പിടിച്ചുകൊണ്ട് പറഞ്ഞു. അവർ റൂം നമ്പർ 103 കയറി. ഗൗരി അടഞ്ഞു തുടങ്ങിയ കണ്ണുകൾ വലിച്ചു തുറന്നുകൊണ്ട് റൂം നമ്പർ നോക്കി. ഇതാണോ എൻ്റെയും ദേവൻ്റെയും റൂം? കുഴഞ്ഞ നാവുകൊണ്ട് ഗൗരി ചോദിച്ചു. അതെ മേഡം. അത് കേട്ടതും ഗൗരിയുടെ മുഖത്ത് നാണം കൊണ്ട് ഒരു പുഞ്ചിരി വിരിഞ്ഞു. റൂമിനകത്തേക്ക് കയറിയപ്പോഴേക്കും ഗൗരിയുടെ ബോധം മുഴുവനായി മറിഞ്ഞിരുന്നു. ആ 103 നമ്പർ റൂമിൽ 2 പുരുഷന്മാർ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അകത്തേക്ക് ഗൗരിയെയും താങ്ങിക്കൊണ്ട് വരുന്ന മീരയെ കണ്ട് അവർ ഇരുവരും അവളുടെ അടുത്തേക്ക് ചെന്ന് ഗൗരിയെ താങ്ങി പിടിച്ചു. ആരെയും കണ്ടോ? കൂട്ടത്തിലൊരാൾ ചോദിച്ചു. ഇല്ല, ദേവൻ സാർ അവിടെ ഉണ്ടായിരുന്നില്ല. അതെന്തായാലും നന്നായി. അതും പറഞ്ഞുകൊണ്ട് ഇരുവരും ചേർന്ന് ഗൗരിയെ ബെഡിൽ കിടത്തി. അതിലെ ഒരാൾ നകുലായിരുന്നു. ഗൗരിയെ ചെറുപ്പത്തിൽ തന്നെ തൻ്റെ ഭാര്യയാക്കാമെന്ന് നന്ദിനി എഴുതി നൽകിയെങ്കിലും ഇപ്പോൾ ഗൗരി ദേവൻ്റെ ഭാര്യയാണെന്ന് അറിഞ്ഞ ദേഷ്യവും വാശിയുമാണ് അവനെ ഇങ്ങനെയൊരു കാര്യത്തിലേക്ക് എത്തിച്ചത്. അല്ല നകുൽ, നമ്മൾ ഗൗരിയെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു എന്നറിഞ്ഞാൽ ദേവൻ എന്തു ചെയ്യുമെന്ന് വല്ല പിടിയുമുണ്ടോ നിനക്ക്? നീയൊന്ന് പോടാ ആരവ്. ദേവൻ ഇവിടെ മുഴുവൻ ഇവളെ തപ്പിയിറങ്ങുമ്പോഴേക്കും ഇവളുടെ കാര്യങ്ങൾ തീർന്നു കാണും. അല്ല, സർദാർ എപ്പോൾ വരും? ഹോട്ടലിൽ കാറ് പാർക്ക് ചെയ്യാൻ നിൽക്കുവാണെന്ന് പറഞ്ഞു. ഇപ്പോൾ എത്തുമായിരിക്കും. നകുൽ, നീ നല്ലതുപോലെ ആലോചിച്ചിട്ടല്ലേ? ഇത് ദേവൻ്റെ ഭാര്യയാണ്. നമ്മൾ ഇവളെ സർദാറിന് വിറ്റു എന്നെങ്ങാനും ദേവൻ അറിഞ്ഞാൽ ഒരു ചുക്കും നമുക്ക് സംഭവിക്കില്ല. സർദാർ നമുക്ക് തരാനുള്ള ആ കോടികൾ വില വരുന്ന പ്രോപ്പർട്ടി തരുന്നു. നമ്മൾ മൂവരും ഇവിടെ നിന്നും പോകുന്നു. പിന്നെ ഈ പെണ്ണും സർദാറും തമ്മിൽ ചെറിയ കൊച്ചു കൊച്ചു കാര്യങ്ങൾ. അത് കഴിഞ്ഞ് അങ്ങേരും റൂം വിട്ടു പോകും. അത്രേ ഉള്ളൂ. പെട്ടെന്ന് കോളിംഗ് ബെൽ മുഴങ്ങി. നകുൽ വാതിൽ ലക്ഷ്യമാക്കി നടന്നു. വാതിൽ തുറന്നതും കറ പിടിച്ച പല്ലും കാട്ടി ചിരിച്ചു നിൽക്കുന്ന തടിച്ചൊരു മനുഷ്യനായ സർദാർ നിൽക്കുന്നത് കണ്ടു. നകുൽ ചിരിയോടെ സർദാറിനെ അകത്തേക്ക് ക്ഷണിച്ചു. അല്പനേരത്തെ സംസാരത്തിനൊടുവിൽ അവർ ഗൗരിയെ സർദാറിന് കാഴ്ചവെച്ചു. മയക്കത്തിലായിരുന്ന ഗൗരിയെ കണ്ട് അയാൾക്ക് അയാളിലെ പുരുഷനെ ഉണർത്താൻ വിതുമ്പൽ കൊണ്ടു. പെട്ടെന്ന് തന്നെ അദ്ദേഹം കരാറുകൾ ഒപ്പിട്ട് കൈമാറി. ശേഷം മൂവരും ഹോട്ടൽ റൂമിൻ്റെ പുറത്തേക്ക് വന്നു. ഇതേ സമയം ഗൗരിയെ തിരിഞ്ഞ് ലിഫ്റ്റിൽ കയറിയ ദേവൻ ലിഫ്റ്റിൻ്റെ ട്രാൻസ്പെറൻറ്റ് ഗ്ലാസ് വഴി നകുലിനെയും ബാക്കി 3 പേരെയും കണ്ടിരുന്നു. അവൻ നല്ല ചിരിയിലായിരുന്നു. അവനോട് പോയി ഒന്ന് സംസാരിക്കണമെന്ന് തോന്നിയെങ്കിലും ദേവൻ ഗൗരിയെ കണ്ടെത്തണമെന്ന ചിന്തയിൽ മുഖം തിരിച്ചു നിന്നു. തൻ്റെ പ്രാണനായ ഗൗരിയെ വിറ്റ് ഇറങ്ങി വരികയാണ് നകുലും ആ 3 പേരും എന്നറിയാതെ ദേവൻ അവരെ നോക്കിയ ശേഷം തല തിരിച്ചു കളഞ്ഞു. ഇതേ സമയം സർദാർ തൻ്റെ പോക്കറ്റിൽ നിന്നും എന്തോ തിരയാൻ തുടങ്ങി. എന്നാൽ ആ വസ്തു അദ്ദേഹത്തിന് കിട്ടിയില്ല. സർദാർ ഹോട്ടൽ ലാൻഡ് ഫോണിൽ വിളിച്ച് ഒരു പാക്കറ്റ് കോണ്ടം ഓർഡർ ചെയ്തു. അതുതന്നെയായിരുന്നു സർദാർ പോക്കറ്റിൽ തിരഞ്ഞതും. ഏതാനും മിനിറ്റുകൾ കൊണ്ട് ആ ഹോട്ടൽ റൂമിൻ്റെ കോളിംഗ് ബെൽ മുഴങ്ങി. ഉരുണ്ടുരുണ്ട് നടന്ന് സർദാർ വാതിൽ തുറന്നതും നെഞ്ചിൻ കൂട് നോക്കി ഒരു തൊഴിയായിരുന്നു. ആ ചവിട്ടിൽ നിന്ന് തന്നെ ആളെ സർദാർ മനസ്സിലാക്കി. ദേവാ, പ്ലീസ് എന്നെ ഉപദ്രവിക്കരുത്. തടിയൻ സർദാറിനെ ഒരു പുഷ്പത്തെ എടുക്കും പോലെ നിലത്തു നിന്നും എഴുന്നേൽപ്പിച്ചുകൊണ്ട് ദേവൻ ആക്രോശിച്ചു. എവിടെയാടാ എൻ്റെ ഗൗരി? ദേവാ, ഒന്നും ചെയ്യരുത്, അവൾ അകത്തുണ്ട്. അത് കേട്ടതും ദേവൻ സർദാറിനെ ബോഡി ഗാർഡ്സിന് ഇട്ടുകൊടുത്ത ശേഷം ഗൗരിയുടെ അടുത്തേക്കോടി. ഭാഗ്യം കൊണ്ട് അവൾക്കൊന്നും സംഭവിച്ചിരുന്നില്ല. പക്ഷേ അവളുടെ വസ്ത്രം അങ്ങിങ്ങായി കീറിപ്പറിച്ചതായി ദേവൻ കണ്ടു. അവൻ്റെ മുഷ്ടി ചുരുട്ടിക്കൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ടേബിളിൽ ആഞ്ഞൊരിടി കൊടുത്തു. പതിയെ ഗൗരിയെ എടുത്തുകൊണ്ട് ദേവൻ പുറത്തേക്കിറങ്ങി. ശേഷം രൂക്ഷമായൊരു നോട്ടം സർദാറിന് നേരെ പായിച്ചുകൊണ്ട് ദേവൻ പറഞ്ഞു. ഒരിറ്റ് തുണിയില്ലാതെ ഇവനെ ഈ ഹോട്ടൽ മുഴുവൻ നടത്തിക്കണം. അതാണ് നിങ്ങൾക്കുള്ള പണി. ചെല്ല്. ദേവൻ്റെ വാക്കുകൾ കേട്ട് സർദാർ ഉമിനീരിറക്കിപ്പോയി. ദേവാ, ഞാൻ നിങ്ങളുടെ ഭാര്യയെ ഒന്നും ചെയ്തിട്ടില്ല. ദയവ് ചെയ്ത് ഇങ്ങനെ ചെയ്യരുത്. ദേവനൊരു ക്രൂര ചിരിയോടെ ഗൗരിയുമായി അവിടെ നിന്നും അവൻ്റെ റൂമിലേക്ക് നടന്നു നീങ്ങി. എന്നാൽ ഗൗരിയുടെ അവസ്ഥ കണ്ട് ദേവൻ ഒന്ന് ഭയന്നു. കാരണം അവളിപ്പോൾ ഒരു ശരീരം ആഗ്രഹിക്കുന്നുണ്ട്. ഈയൊരവസ്ഥ സർദാറിൻ്റെ റൂമിൽ കിടക്കുമ്പോൾ ഉണ്ടായിട്ടില്ല. ഇപ്പോഴാണ് ആ ലഹരി മരുന്നിൻ്റെ പ്രവർത്തനം തുടങ്ങിയിട്ടുള്ളൂ എന്ന് ദേവൻ മനസ്സിലാക്കി. അവളെ നോക്കി നിന്ന ദേവൻ്റെ കണ്ണുകൾ അറിയാതെയാണേലും ഒരു നിമിഷം നിറഞ്ഞുപോയി.
കാരണം സർദാറിൻ്റെ മുന്നിൽ വെച്ച് ഇങ്ങനെ സംഭവിച്ചിരുന്നിൽ ഒരുപക്ഷെ ദേവൻ എത്തുമ്പോഴേക്കും എല്ലാം കഴിഞ്ഞു പോയേനെ. ദേവൻ പെട്ടെന്ന് തന്നെ അവൻ്റെ ബോഡി ഗാർഡ്സിനെ വിളിച്ചു. സർദാറിനെ ദേവൻ്റെ റൂമിൻ്റെ പുറത്തേക്ക് കൊണ്ടുവരാനായിരുന്നു അറിയിപ്പ്. സർദാർ അവിടെ അറിയുന്ന ഒരു ബിസിനസ്സുകാരനായതുകൊണ്ട് തുണിയില്ലാതെ നടന്നാൽ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. അതുകൊണ്ട് തന്നെ മറ്റെന്ത് ശിക്ഷയും അവൻ സ്വീകരിക്കാൻ തയ്യാറായിരുന്നു. കാരണം തൻ്റെ ഒരുപാട് ബിസിനസ്സുകൾ ദേവൻ്റെ കമ്പനിയുമായി ടൈപ്പിലായിരുന്നു.